ഹലോ, വെൽക്കം ടു അഡ്രിനാലിൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂറിയ സൈക്കിൾ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് യൂറിയ സൈക്കിളാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സേ ടോപ്പിക്കാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അമോണിയ എന്ന് പറയുന്നത് അമോണിയ കോമ്പൗണ്ട് നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാമല്ലേ, അമോണിയ എന്താണ്, ഹൈലി ടോക്സിക്കാണ്, ഹൈലി ടോക്സിക് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താക്കണോ, നമ്മൾ ഈ അമോണിയ ഈ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്ത അമോണിയ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഡീടോക്സിഫൈ ചെയ്യണം. ആ പ്രോസസ്സാണ് എന്ത്, യൂറിയ സൈക്കിൾ. ഓക്കെ, നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ടോക്സിക് അമോണിയനെ നോൺ ടോക്സിക് യൂറിയ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നറിയോ? ഡെഫിനേഷൻ പഠിക്കണം, അതിൻ്റെ സൈറ്റ് എന്താ പഠിക്കണം, പിന്നെ റിയാക്ഷൻ പാത്വേ, ദെൻ നെക്സ്റ്റ് ദ എനർജറ്റിക്സ്. ഇതാണ് ഒരു സൈക്കിൾ പഠിക്കുമ്പോൾ മഞ്ഞായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. ഇനി സൈക്കിൾ എവിടെ വെച്ചിട്ടാണ് യൂറിയ സൈക്കിൾ നടക്കുന്നത് നോക്കാം. യൂറിയ സൈക്കിൾ നടക്കുന്നത് ലിവർ ടിഷ്യൂവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലിവർ ടിഷ്യൂവിൽ വെച്ച് നടക്കുന്നത് ഹെപ്പാറ്റോസൈറ്റിൽ എവിടെ വെച്ചിട്ടാണ്? അത് പാർട്ട്ലി ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് പാർട്ട്ലി ഇൻ സൈറ്റോസോം. അത് വഴിയെ പറയാം കേട്ടോ, അത് ഡിസ്ക്രൈബ് ചെയ്ത് തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമുക്ക് റിയാക്ഷൻ പാത്വേയിലോട്ട് പോകാം. ഈ റിയാക്ഷൻ പാത്വേക്ക് ടോട്ടൽ 5 സ്റ്റെപ്സ് ആട്ടോ ഉള്ളത്. ഞാൻ ഓരോന്നും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അമോണിയ മോളിക്യൂളിൻ്റെ കൂടെ ഒരു CO2 മോളിക്യൂൾ കണ്ടൻസ് ചെയ്തിട്ട് ആദ്യത്തെ മോളിക്യൂൾ ഫോം ചെയ്യും. അതേതാ? കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്ന മോളിക്യൂൾ ഫോം ചെയ്യും. കാർബമോയിൽ ഫോസ്ഫേറ്റ്. നമുക്ക് ഇതിന് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് എടുക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. കാരണം ഇവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ? കാർബമോയിൽ ഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടുത്തെ എൻസൈം ആരാ? കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 1, CPS1 നമുക്ക് ഷോർട്ടാക്കി പറയാം. അപ്പോൾ ഓക്കെ അല്ലേ? ഈ സ്റ്റെപ്പിൽ 2 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്നുള്ള ഉണ്ടായിട്ടുള്ള ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഇതിലെ കാർബമോയിൽ ഗ്രൂപ്പ് ഓർണിത്തിൻ, ഈ ഗ്രൂപ്പിലെ NH2 ഗ്രൂപ്പിലോട്ട്, ഈ ഓർണിത്തിൻ കോമ്പൗണ്ടിൻ്റെ NH2 ഗ്രൂപ്പിലോട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സിട്രുലിൻ. ഓക്കെ, ഇവിടെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ഓർണിത്തിൻ ട്രാൻസ് കാർബോമൈലേസ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാർബമോയിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? കാർബമോയിൽ ഗ്രൂപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു NH2 ഗ്രൂപ്പ് ഓഫ് ഓർണിത്തിൻ. ഇവിടുത്തെ എൻസൈം നമ്മൾ പറഞ്ഞു ഓർണിത്തിൻ ട്രാൻസ് കാർബോമൈലേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫോം ചെയ്ത സിട്രുലിൻ മോളിക്യൂളിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അസ്പാർട്ടിക് ആസിഡ് മോളിക്യൂൾ അങ്ങ് ആഡ് ചെയ്യും. എന്നിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്താ? അർജിനോസക്സിനേറ്റ് മോളിക്യൂൾ. നെക്സ്റ്റ് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? അർജിനോസക്സിനേറ്റ്. ഇവിടെ ഫോം ചെയ്യുന്നത് അർജിനോസക്സിനേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് എന്തായിരിക്കും? അർജിനോസക്സിനേറ്റ് സിന്തറ്റേസ്. ഓക്കെ അല്ലേ? ഈ എൻസൈമിനെയൊക്കെ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഏത് മോളിക്യൂളാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നുണ്ട്? ഒരു ATP നമ്മൾ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നേരത്തെ പറയാൻ വിട്ടുപോയതായിരുന്നേ, ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഇൻട്രാസെല്ലുലാർ സൈറ്റ് പാർട്ട്ലി ഇൻ മൈറ്റോകോൺട്രിയ പാർട്ട്ലി ഇൻ സൈറ്റോസോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞുതരാവേ. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ് ടു ഫോർമേഷൻ ഓഫ് സിട്രുലിൻ വരെ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. സിട്രുലിൻ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ സിട്രുലിൻ ഉണ്ടല്ലോ, നമ്മുടെ സിട്രുലിൻ എന്ത് ചെയ്യും? മൈറ്റോകോൺട്രിയ ലീവ് ചെയ്യും. എന്നിട്ട് സൈറ്റോപ്ലാസ്റ്റിലോട്ട് ഇറങ്ങും. ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസും നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 എവിടെ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടായിരിക്കും. സ്റ്റെപ്പ് 1 and 2 മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ വരെ പറഞ്ഞത്? നമ്മൾ
ഇനി പറയാനുള്ളത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്തില്ല. സ്റ്റെപ്പ് 4 നമ്മുടെ ഈ ഫോം ചെയ്ത അർജിനോസക്സിനേറ്റിൽ ഇതിന് അർജിനോസക്സിനേറ്റ് ലയേഴ്സ് എന്നുള്ള എൻസൈം വന്നിട്ട് എന്ത് ചെയ്യും, അങ്ങ് ക്ലീവ് ചെയ്യും. എന്നിട്ട് അതെന്ത് ഫോം ചെയ്യും, 2 കോമ്പൗണ്ട്സ് ഓഫ് ഫോം ചെയ്യും. എന്തൊക്കെയാണ്, അർജിനിൻ ആൻഡ് ഫ്യൂമറേറ്റ്. ഓക്കെ അല്ലേ? ഈ ഫ്യൂമറൈറ്റ് പിന്നീട് TCS സൈക്കിളിലോട്ടൊക്കെ എൻ്റർ ചെയ്തിട്ട് എനർജി പ്രൊട്ടക്ഷനൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് ആരെ ഫോക്കസ് ചെയ്യാം, ഫോം ചെയ്ത അർജിനെ നോക്കാം അല്ലേ? ഇവനെ വെച്ചിട്ടാണല്ലോ സ്റ്റെപ്പ് 5. അപ്പോൾ സ്റ്റെപ്പ് 4 കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എന്താ, സ്റ്റെപ്പ് 5. അർജിനിനെ അർജിനേസ് എന്നുള്ളൊരു എൻസൈം വന്നിട്ട് ഹൈഡ്രോളിസ് ചെയ്യും. എന്നിട്ട് എന്താക്കും, യൂറിയ ആയിട്ടും ഓർണിത്തിനായിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ആൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോം ചെയ്തേ ബൈ ഹൈഡ്രോളിസിസ് ഓഫ് ദി അർജിനിൻ. ഹൈഡ്രോളിസ് ചെയ്യുന്ന എൻസൈം ആരാ, അർജിനേസ്. ഓക്കെ, അപ്പോൾ യൂറിയ ആയിട്ടും ഓർണിത്തിനായിട്ടും കൺവേർട്ട് ചെയ്തു. നമ്മുടെ മെയിൻ യൂറിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഓർണിത്തിൻ നമ്മുടെ ഈ ഓർണിത്തിൻ എന്ത് ചെയ്യും, എഗെയിൻ മൈറ്റോകോൺട്രിയയിലേക്ക് അങ്ങ് കയറും. എന്നിട്ട് ഈ സൈക്കിൾ വീണ്ടും യൂറിയ സൈക്കിൾ വീണ്ടും ഇങ്ങനെ സൈക്കിൾ എന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോട്ടാക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടിട്ട് അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്, ഡെഫിനിഷൻ പഠിച്ച്, സൈറ്റ് പഠിച്ച്, റിയാക്ഷൻ പാത്വേയും പഠിച്ച്. ഇനി നോക്കാനുള്ളത് ഏതാ, എനർജറ്റിക്സ്. ഓക്കെ, നോക്കാം. നമ്മുടെ യൂറിയ സൈക്കിളിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്? ഇറ്റ് കൺസ്യൂംസ് 4. അതെങ്ങനെ 4 ഒന്ന് നോക്കല്ലേ? ഇതാ ഇവിടുത്തെ ഈ സ്റ്റെപ്പിൽ ആദ്യത്തെ CPS1 കാറ്റലൈസ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 ATP യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ 2. നെക്സ്റ്റ് ഇവിടെ അർജിനോസക്സിനേറ്റ് സിന്തറ്റൈസ് വരുന്ന ഈ സ്റ്റെപ്പിൽ എന്താക്കുന്നുണ്ട്, 2 എനർജി ബോൺസ് ATP AMP ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ 2 ഹൈ എനർജി ബോൺസും ഇവിടെ യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ഹൈ എനർജി ബോൺസ് യൂസ് ആക്കുന്നുണ്ട്. എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഫ്യൂമറൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂമറൈറ്റ് നമ്മുടെ TCA സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എത്ര എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, 2.5 ATP ആണ് ഫ്യൂമറൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് 4ഉം ജനറേറ്റ് ചെയ്യുന്നത് 2.5 ATP. സോ നെറ്റ് യൂട്ടിലൈസേഷൻ എത്ര ആവും, 4 - 2.5 = 1.5 ATP ആവും. അതെന്ത് ചെയ്യുക, നെറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് ആ യൂറിയ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 1.5 ATP ആവശ്യമാണ് എന്നർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എനർജറ്റിക്സ് നമ്മൾ കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കേണ്ടത് റെഗുലേഷൻ ഓഫ് യൂറിയ സൈക്കിൾ. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കാം. ഒക്കെ സിമ്പിളാണ്, കുഞ്ഞു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, അത്രേ ഉള്ളൂ. നോക്കാം. യൂറിയ സൈക്കിളിൻ്റെ റെഗുലേറ്ററി എൻസൈം എന്ന് പറയുന്നത് CPS1 ആണ്. CPS1ൻ്റെ ഫുൾ ഫോം എന്താ, കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റൈസ് 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റെഗുലേറ്ററി എൻസൈം. ഈ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂറിയ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. കൂട്ടുകയും കുറയ്ക്കുകയും റേറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ്. നോക്കാം. N-acetyl glutamate ഓർ NAG. N-acetyl glutamate എന്ത് ചെയ്യും, CPS1നെ ആക്ടിവേറ്റ് ചെയ്യും. ഈ N-acetyl glutamate നമ്മൾ ഫോം ചെയ്യുന്നത് അസറ്റൈൽ കോയെ ആൻഡ് ഗ്ലൂട്ടാമേറ്റിൽ നിന്നാണ്. N-acetyl glutamate എന്ന് പറയുമ്പോൾ അസറ്റൈൽ കോയെ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്, അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ N-acetyl glutamate ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെഗുലേഷൻ നോക്കാം. നമ്മളിപ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലെ NAG ലെവൽ കൂടും. കാരണം എന്താ, ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് എടുക്കുന്നതെങ്കിൽ കാറ്റബോളിസം കൂടും. അതിനനുസരിച്ച് അമോണിയ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മോർ യൂറിയ, കുറേ ഡീറ്റോക്സിഫൈ ചെയ്യണ്ടേ. അപ്പോൾ യൂറിയ സിന്തസിസിൻ്റെ റേറ്റും കൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ സിന്തസിസിൻ്റെ റേറ്റ് കൂട്ടണമെങ്കിൽ ആര് വേണം,
നമ്മുടെ NAG വേണം. NAG പോയിട്ട് CPS1 ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ CPS1 എന്ത് ചെയ്യും? യൂറിയ സിന്തസിസിനെയും ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൺസപ്ഷൻ ഓഫ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇൻക്രീസസ് ലെവൽ ഓഫ് NAG. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അമിനോ ആസിഡ് കാറ്റബോൾസും കൂടുമ്പോൾ, അതായത് ഇപ്പോൾ സ്റ്റാർവേഷൻ, ഡയബറ്റീസ്, ഈ കണ്ടീഷനിലൊക്കെ നമ്മുടെ ബോഡിയിൽ അമിനോ ആസിഡ് കാറ്റബോൾസും കൂടും. ഈ കണ്ടീഷൻസിലൊക്കെ എന്താകുന്നുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഇൻക്രീസസ്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാമേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ എന്ത് ചെയ്യും? ഗ്ലൂട്ടാമേറ്റ് ആൻഡ് അസറ്റൈൽ CoA എന്നാണല്ലോ NAG ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NAG ഫോമേഷനും കൂടും. നമ്മുടെ ഈ NAG എന്നിട്ട് എന്ത് ചെയ്യും? CPS1 ആക്ടിവേറ്റ് ചെയ്യും. CPS1 ആക്ടിവേഷൻ കൂടും. അങ്ങനെ യൂറിയ സിന്തസിസും കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ റെഗുലേഷൻ മനസ്സിലായില്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂറിയ സൈക്കിളിലെ ഡിസോർഡേഴ്സ് ഓഫ് യൂറിയ സൈക്കിൾ എന്നുള്ള ടോപ്പിക്കാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരിക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ യൂറിയ സൈക്കിൾ എൻസൈംസിൽ ഏതെങ്കിലും ഒന്ന് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, നമ്മൾ യൂറിയ സൈക്കിൾ കണ്ടല്ലേ, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെയും നമ്മൾ കണ്ടു. അതിൽ ഏതെങ്കിലും ഒന്ന് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടില്ല. അതിലെ കൺവേർഷനിൽ ഡിഫക്റ്റ് വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് എന്ത്? നമ്മുടെ ബ്ലഡിൽ NH3 ലെവൽ കൂടും. നമ്മുടെ ബ്ലഡിലെ അമോണിയ ലെവൽ കൂടും. ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ടു ഹൈപ്പർ അമോണീമിയ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു എൻസൈം ഡിഫക്റ്റ് ആയാൽ മതി. അപ്പോൾ ഏത് എൻസൈമാണ് ഡിഫക്റ്റ് ആകുന്നതെന്നുള്ള ബേസ് ചെയ്തിട്ട് ദർ ഈസ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൈക്കിൾ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കാം. അതാവും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പം. ഫസ്റ്റ് എൻസൈം ഇപ്പോൾ CPS1 ആണ് ഡെഫിഷ്യൻ്റ് എങ്കിൽ, ഇത് ഡെഫിഷ്യൻ്റ് എങ്കിൽ നമ്മുടെ അമോണിയ ഒരൊറ്റ അമോണിയ മോളിക്യൂൾ പോലും കൺവേർട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഭയങ്കരമായിട്ടുള്ള ഹൈ NH3 അക്യുമുലേറ്റ് ചെയ്യും. ദിസ് ഡിസോർഡർ ഈസ് കോൾഡ് ഹൈപ്പർ അമോണീമിയ ടൈപ്പ് 1 എന്നാണ് പറയാം. CPS1 ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഹൈപ്പർ അമോണീമിയ ടൈപ്പ് 1. ഇനി നെക്സ്റ്റ് എൻസൈം ഏതാ? ഓർണിത്തിൻ ട്രാൻസ് കാർബോമൈലേസ്. ഓർണിത്തിൻ ട്രാൻസ് കാർബോമൈലേസ് ആണ് ഡെഫിഷ്യൻ്റ് എങ്കിൽ അവിടെ ഓർണിത്തിൻ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഓർണിത്തിനെ കൺവേർട്ട് ചെയ്യാനും ആരുമില്ലല്ലോ. ഓർണിത്തിനെയും അക്യുമുലേറ്റ് ചെയ്യും. ഒപ്പം നമ്മുടെ NH3 ലെവലും ബ്ലഡിൽ കൂടും. ഈ ഡിസോർഡറിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈപ്പർ അമോണിമിയ ടൈപ്പ് 2. ദിസ് ഹൈപ്പർ അമോണിമിയ ടൈപ്പ് 2. നെക്സ്റ്റ് നമ്മുടെ എൻസൈം ഏതാ? അർജിനോ സക്സിനേറ്റ് സിന്തറ്റേസ്. അർജിനോ സക്സിനേറ്റ് സിന്തറ്റേസ് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താവില്ല? നമ്മുടെ സിട്രുലിനെ കൺവേർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിട്രുലിൻ അക്യുമുലേറ്റ് ചെയ്യും. സോ ദാറ്റ് ഡിസോർഡർ ഈസ് കോൾഡ് സിട്രുലിനീമിയ. ബ്ലഡിൽ ബ്ലഡിൽ കൂടും, സിട്രുലിനീമിയ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ എൻസൈം ഏതാ? അർജിനോ സക്സിനേറ്റ് ലൈസ്. അർജിനോ സക്സിനേറ്റ് ലൈസ് ആണ് ഡെഫിഷ്യൻ്റ് എങ്കിൽ അർജിനോ സക്സിനേറ്റിനെ ക്ലീവ് ചെയ്യാനും ആരുമില്ലല്ലോ. അർജിനോ സക്സിനേറ്റ് എന്ത് ചെയ്യും? ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഡിസോർഡർ ഈസ് കോൾഡ് അർജിനോ സക്സിനിക് അസിഡൂറിയ. ഇത് അർജിനോ സക്സിനേറ്റ് ബ്ലഡിൽ എലവേറ്റ് ആവുന്ന കാരണം അത് യൂറിനിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അർജിനോ സക്സിനിക് ആസിഡൂറിയ എന്ന് പറയുന്ന ഡിസോർഡറിനെ. ഓക്കെ. ഇനി ലാസ്റ്റ് നമ്മുടെ എൻസൈം സ്റ്റെപ്പ് 5 എൻസൈം അർജിനേസ് ആണ് ഡെഫിഷ്യൻ്റ് എങ്കിൽ അർജിനെ അക്യുമുലേറ്റ് ചെയ്യും അല്ലേ. അർജിനെ കൺവേർട്ട് ചെയ്യാനാണ് ആരുമില്ലാത്ത. അപ്പോൾ അർജിനെ അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പർ അർജിനിനീമിയ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഡിസോർഡേഴ്സ് ഓഫ് യൂറിയ സൈക്കിളിൻ്റെ നോട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ സൈക്കിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ, ഒന്നുകൂടെ അതാവും മനസ്സിലാകാൻ ബെറ്റർ എന്ന് വെച്ചിട്ടാണ് സൈക്കിൾ വെച്ച് പഠിപ്പിച്ചത്. ഓക്കെ. ഈ ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ സിവിയറിറ്റി എവിടെയാണ് ബ്ലോക്കായ സൈറ്റിനനുസരിച്ച് വാരി ചെയ്യും. ഈ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം
അവിടെയുള്ള എൻസൈമാണ് ബ്ലോക്ക് ആയെങ്കിൽ സിവിയറിറ്റി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ അമോണിയ തീരെ കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അമോണിയ അക്യുമുലേറ്റ്സ് ഇറ്റ്സെൽഫ് ആസ് അമോണിയ, ബട്ട് സ്റ്റെപ്പ് 3, 4, 5 ആണ് ബ്ലോക്ക് എങ്കിൽ സം ഓഫ് ദി അമോണിയ ഹാസ് ബീൻ റിമൂവ്ഡ് അല്ലേ, അതുകൊണ്ട് തന്നെ സിവിയറിറ്റി കുറച്ച് കുറയും. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസ് നോക്കാം. ഡിസോർഡേഴ്സ് ഓഫ് യൂറിയ സൈക്കിളിൻ്റെ അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്ലിനിക്കൽ സിംറ്റംസ് ആർ വോമിറ്റിങ്, ലെത്താർജി, intermittent ataxia, mental retardation, irritability. ഓക്കെ, സിവിയർ കേസിൽ അതെന്താവും, കോമയായിട്ടും ഡെത്തിലോട്ടും അത് പോകാം, കോമ ഡെത്ത് വരെ പോകാം. ഓക്കെ, സിവിയർ കേസസിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോ പ്രോട്ടീൻ ഡയറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു ലോങ് ടോപ്പിക്കായിരുന്നു, പക്ഷേ എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാം, ഇത് ടോട്ടലി ഒരു എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.